സ്കൂളുകളിൽ മിഡ് ടൈം എക്സാമിൻ്റെ സമയം എത്തിയിട്ടുണ്ട്. അപ്പോൾ മിഡ് ടൈം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാനും മിഡ് ടൈം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുമാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു ഇപ്പോൾ ഇറ്റ്സ് മീ യുവർ നാഫി. യെസ്, അപ്പോൾ മിഡ് ടൈം എക്സാം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒഫീഷ്യലി ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാം അല്ല. നിങ്ങളൊന്ന് അസസ് ചെയ്യാനും നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം ക്ലാസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ടീച്ചേഴ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ഇവാലുവേഷൻ എക്സാം ആണ് എന്ത് മിഡ് ടൈം എക്സാം. നിങ്ങളുടെ ടീച്ചേഴ്സ് നടത്തുന്ന എക്സാം ആണ് എന്ത് മിഡ് ടൈം എക്സാം. അപ്പോൾ നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. മിഡ് ടൈം എക്സാമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ആദ്യം കമൻറ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ സ്കൂളിൽ മിഡ് ടൈം എക്സാം കഴിഞ്ഞോ ഇല്ലയോ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോ എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മിഡ് ടൈം എക്സാമിന് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടോ. ഈ 2 കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മിഡ് ടൈം എക്സാം എന്തല്ല ഒഫീഷ്യലി ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാം അല്ല. പകരം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടിട്ട് അവരൊരു 20 മാർക്കിന് 30 മാർക്ക് നടത്തുന്ന എക്സാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓരോ സ്കൂളുകൾക്കും ഓരോ രീതിയിലായിരിക്കും. പല സ്കൂളുകളും പല രീതിയിൽ അല്ലെങ്കിൽ പല ഡേറ്റിൽ പല മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുക. ചില ആളുകൾക്ക് ഈ ഒരാഴ്ച ഉണ്ടാകാം, ചില ആളുകൾക്ക് അടുത്ത മാസമായിരിക്കാം, ചില ആളുകൾ കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. ഡേറ്റ്, നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് മിഡ് ടൈം എക്സാം, കഴിഞ്ഞ ആളുകളും ഇനി വരാൻ പോകുന്ന ആളുകളും നിങ്ങളുടെ മിഡ് ടൈം എക്സാമിൻ്റെ ഡേറ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യമാണ് ചാപ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു, ഓണം എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നടത്തുക, മിഡ് ടൈം എക്സാം നടത്തുക. മിക്കവാറും ഓണം എക്സാമിന് ശേഷമുള്ള അടുത്ത ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, മിഡ് ടൈം എക്സാം ഉണ്ടാവുക. എക്സാം എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ 3ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടെന്ന് വിചാരിക്കുക. ഫിസിക്സിൽ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കും മിക്കവാറും മിഡ് ടൈം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഇതും ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്ന ആരാണ്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്സ് എടുക്കുന്ന ടീച്ചറോ അല്ലെങ്കിൽ സോഷ്യൽ എടുക്കുന്ന ടീച്ചറോ അല്ലെങ്കിൽ ബയോളജി എടുക്കുന്ന ടീച്ചറോ എന്ത് ചെയ്യും, അവർ പറയും ഈ ഒരു ദിവസം നിങ്ങൾക്ക് മിഡ് ടൈം എക്സാം ഉണ്ട്, ഇന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ മിഡ് ടൈം എക്സാമിൻ്റെ ഡേറ്റും ചാപ്റ്റേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ സെറ്റ് ആക്കുന്നത് ആരാണ്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഓരോ സബ്ജക്റ്റിനും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നാണോ പറഞ്ഞത്, ആ ചാപ്റ്റർ തന്നെ മിക്കവാറും നിങ്ങൾ മിഡ് ടൈം എക്സാമിന് പഠിക്കുക. മിക്കവാറും മിഡ് ടൈം എക്സാമിൻ്റെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓണത്തിന് ശേഷമുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റർ ആയിരിക്കും. അത്ര വരെ എന്ത് ചെയ്യുള്ളൂ, മാക്സിമം എക്സാമിന് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ മിഡ് ടൈം എക്സാം എന്ന് പറഞ്ഞാൽ എന്താ, ഓണത്തിന് ശേഷമുള്ള ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഓണത്തിന് ശേഷമുള്ള ആദ്യത്തെ 2 ചാപ്റ്ററോ ആയിരിക്കും മിക്കവാറും മിഡ് ടൈം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ്. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മിഡ് ടൈം എക്സാമിന് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ ഈ മിഡ് ടൈം എക്സാമിനെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം അല്ലെങ്കിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അടുത്തത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിനുള്ള 1-2 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിനു നടത്തുക, മിഡ് ടൈം എക്സാമിന് നടത്തുക. ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഏത് ചാപ്റ്റേഴ്സിനായിരിക്കും, ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ നിങ്ങൾ മിഡ് ടൈം എക്സാമിന് പഠിക്കുകയാണെങ്കിലോ ക്രിസ്മസ് എക്സാമിന് ആ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ മിഡ് ടൈം എക്സാമിന് നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് അതൊരു പ്രാക്ടീസ് ആവുകയും ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ മിഡ് ടൈം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് അത് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ സീരിയസ് ആയി കണ്ടിട്ട് നല്ല എഫേർട്ട് ഇട്ടിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. മിഡ് ടൈം എക്സാം ഉഷാറാക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഈസി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മിഡ് ടൈം എക്സാം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എജ്യൂപോണിൻ്റെ കൂടി പഠിക്കാം. അതിനാണ് പ്രീ ബൂസ്റ്റർ ബാച്ച്. ഞാൻ പറഞ്ഞു, ഓണം എക്സാമിന് ശേഷമുള്ള ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മിഡ് ടൈം എക്സാം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആ മിഡ് ടൈം എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ എത്തിയിട്ടുണ്ട്. വിത്ത് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, അഡീഷണൽ ക്വസ്റ്റ്യൻസും 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും നോട്ടുകളും മെൻ്റൽ സപ്പോർട്ടും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾ എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഉപകാരങ്ങൾ 2 എണ്ണം. ഒന്ന്, മിഡ് ടൈം എക്സാം ഉഷാറാക്കാം, അതിനുശേഷം വരാവുന്ന ക്രിസ്മസ് എക്സാമും പിന്നെ അഡീഷണൽ ബോണസ് ഉണ്ട്. പബ്ലിക് എക്സാം അല്ലെങ്കിൽ മാർച്ച് നടക്കാൻ പോകുന്ന നിങ്ങളുടെ ആനുവൽ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഡ് ടൈം എക്സാമിൻ്റെ പോർഷൻസിൻ്റെ ക്ലാസ് കിട്ടും, അതിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കിട്ടും, 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, മെൻ്റൽ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എവിടെയുണ്ട്, എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിലുണ്ട്. നിങ്ങൾക്ക് മിഡ് ടൈം എക്സാമോ അതിനുശേഷം നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമോ അതിനുശേഷം അവസാനം നടക്കാൻ പോകുന്ന പബ്ലിക് അല്ലെങ്കിൽ ആനുവൽ എക്സാമോ ഉഷാറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിലാണ്. എങ്ങനെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുക, ഏറ്റവും നല്ലത് നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ഗൂഗിൾ ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിൽ നിങ്ങളുടെ പേരും ക്ലാസ്സൊക്കെയാണ് ചോദിക്കുക. അതൊന്ന് പിന്നെ ഫില്ല് ചെയ്ത് വെച്ചാൽ നമ്മുടെ ടീം നിങ്ങൾ എന്ത് ചെയ്യും, വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്ത് ഒന്ന് മെസ്സേജ് അയച്ചോട്ടോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് സെറ്റാക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എഫേർട്ട് ഇടാൻ തയ്യാറാവുക, കഷ്ടപ്പെട്ട്
രക്ഷപ്പെടാൻ തയ്യാറാവുക. കാരണം മിഡ് ടേം എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്മസ് എക്സാം എന്തായിരിക്കും ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജിൽജിലായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. മിഡ് ടേം എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലുണ്ട്. പ്രീ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ സാറേ ഞാൻ വേറെ ട്യൂഷൻ പോകുന്നുണ്ട്, എനിക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് ഉണ്ട്, അപ്പം പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, എന്താ ചെയ്യുക? അങ്ങനെയുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലൈവിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യും, ഈ മിഡ് ടേം എക്സാമിൻ്റെ പോർഷൻസിൻ്റെ ചാപ്റ്റർ ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ ആപ്പിലുണ്ടാവും, അത് പെയ്ഡാണ്. അത് നിങ്ങൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ലൈവിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഡ് ടേം എക്സാമിനുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് മിഡ് ടേം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ആനുവൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനും ഏറ്റവും മികച്ച മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നഫി സൈനിങ് ഓഫ്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ആ പരിചയത്തിൽ ആർക്കൊക്കെ മിഡ് ടേം എക്സാം ഉണ്ടോ അവർക്കൊക്കെ അപ്ഡേറ്റ് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. ബൈ.